ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ഞാൻ മൈദ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്. ഇന്ന് ഞാൻ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനിതിൽ ബട്ടർ ചേർക്കുന്നില്ല കേട്ടോ, അതിന് പകരം എണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന് വേറെ എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് പൊടി 1/4 കപ്പ്, പൊടിച്ച പഞ്ചസാര 1/2 കപ്പ്, കുതിർത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പും ബദാമും ആവശ്യത്തിന്, വനില എസൻസ് 1/2 ടീസ്പൂൺ, ജാതിക്കയും കറുവപ്പട്ടയും കൂടി പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഉപ്പ് 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ, എണ്ണ 1/4 കപ്പ്, മുട്ട 2 എണ്ണം, കാരമൽ സിറപ്പ് 1/4 കപ്പ്. നമുക്ക് ആദ്യം കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതൊന്ന് കരിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് ഒരു സ്പൂൺ വെച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ലപോലെ കരിഞ്ഞിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇത് കട്ടിയായി പോവുകയല്ല. വെള്ളം ഒഴിക്കുമ്പോൾ ദൂരെ മാറി നിന്ന് പതുക്കെ വേണം ഒഴിക്കാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് തിളച്ച് കയറാനും കൈ പൊള്ളാനും ഒക്കെ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ബേക്കിംഗ് പൗഡറും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ജാതിക്കയും കൂടി ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. രണ്ടും കൂടി ഒരു 1/4 ടീസ്പൂൺ മതിയാകും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കണം. ഇപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, അത് ആവശ്യത്തിനുള്ളത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതിൽ നാരങ്ങയുടെ തോല് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നല്ലേ, അതൊക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഓറഞ്ചിൻ്റെയും നാരങ്ങയുടെയും തോല് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കിതിലേക്ക് അല്പം ഗോതമ്പ് പൊടിയൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി കേക്കിൻ്റെ താഴേക്ക് പോകാതെ ഇരിക്കും കേട്ടോ. ഞാനിവിടെ ബദാമും കാഷ്യൂവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടി അല്പം ഗോതമ്പ് പൊടി ഇട്ട് മിക്സ് ചെയ്യണം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിവിടെ 2 മുട്ടയുടെ വെള്ള എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇത് പതഞ്ഞ് വരാൻ തുടങ്ങിയതും നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് മുട്ടയുടെ മഞ്ഞയും കൂടി ബീറ്റ് ചെയ്യണം. ഇപ്പോൾ ബാക്കി വെച്ചിരുന്ന പൊടിച്ച പഞ്ചസാര മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വനില എസൻസും എണ്ണയും ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് പഞ്ചസാര കരിച്ചതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ ഇടഞ്ഞു വെച്ചിരുന്ന മാവ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ മാവ് മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട വെള്ളം അടിച്ചതും കൂടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മുട്ട വെള്ളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കി വെച്ചിരുന്നില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഇട്ട് നല്ലതുപോലെ ആകവശം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടിന്നിലേക്ക് നമുക്ക് ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമുക്കിത് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ കുമിളകളൊക്കെ ഉണ്ടെങ്കിൽ അത് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് ഒന്ന് അലങ്കരിക്കാം. ഇത് നിങ്ങൾക്ക് കുക്കറിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ കുക്കറിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ സമയം കൊടുത്ത് ഇതും അതുപോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ.
ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനിൽ വെച്ച് 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ തന്നെ 40 മിനിറ്റ് സമയത്തേക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ ഇതിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇതല്പം തണുത്തതിന് ശേഷം നമുക്ക് ഈ ടിന്നിൽ നിന്നും കേക്ക് പുറത്തെടുത്തിട്ട് ബട്ടർ പേപ്പർക്ക് ഒന്ന് മാറ്റിയെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.